കോളിഫ്ലവർ എഗ്ഗ് ബുർജി വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബുർജിയാണിത്. ഇത് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ചെറിയ പീസാക്കി എടുത്ത് ഇതൊന്ന് സെപ്പറേറ്റ് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് ഒരു പാനിലേക്ക് കോളിഫ്ലവർ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് സവാള, കുറച്ച് തക്കാളി, ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇടാം. പച്ചമുളക് ഇടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെന്ത് വന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാല ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മസാല ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ മുട്ട എടുക്കാം. ഞാൻ ഒരു മുട്ടയാണ് എടുത്തത്. 1, 2, 3 മുട്ട എടുക്കാം. ഇനി അതിലേക്ക് കോളിഫ്ലവറിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ട് ഇനി മുട്ട ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മുട്ട എത്തുന്ന രീതിയിൽ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എഗ്ഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ സൈഡായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.